നമ്മുടെ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ ജയത്തിൽ വളരെ വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടോ ഈ വിജയം? എങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന വിജയം തന്നെയാണ്, പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ ഇറ്റണലിൻ്റെ മുന്നോട്ട് പോകും? തുടക്കം മുതൽ അവസാനം വരെ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. കൃത്യമായ ബൂത്ത് തല പ്രവർത്തനം, സംഘപരിവാർ പ്രസ്ഥാനം ഒരുമിച്ച് നിന്ന് നടത്തിയ ഒരു സംഘടനാ പ്രവർത്തനം, 16ലെയും 21ലെയും 2ാം സ്ഥാനം ഇത്താണ് 1ാം സ്ഥാനത്ത് എത്തിക്കണമെന്നുള്ള ചിന്ത, ഒരു മാറ്റം, മോദിജിയുടെ ഭരണ നേട്ടങ്ങൾ ചാത്തന്നൂരിലും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം കൂടി ചേർന്ന വിജയമാണ് ചാത്തന്നൂരിൽ ഉണ്ടായത്. ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നാണ് ഒരു BJP വിജയിക്കുന്നത്. അത് അത്ര കണ്ട് എളുപ്പമുള്ള ഒരു കാര്യമല്ല. മണ്ഡലം രൂപീകൃതമായ കാലഘട്ടം മുതൽ 3 തവണ മാത്രമേ മാറി നിന്നിട്ടുള്ളൂ. ശ്രീ CB പത്മരാജനും ശ്രീ പ്രതാപവർമ്മ തമ്പാനും. ഇത്തവണ ഇവിടെ BJP കൊല്ലം ജില്ലയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക. 11 നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൻ്റെ അലവലികൾ തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. വലിയ മുന്നേറ്റത്തിലേക്ക് BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തിൻ്റെ വിജയത്തിൻ്റെ തുടക്കമാണ് ചാത്തന്നൂരിൽ. ചാത്തന്നൂരിൽ കഴിഞ്ഞ 2 തവണയായി താങ്കൾ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അപ്പം തുടർച്ചയായുള്ള ഈ ഒരു പ്രവർത്തനം, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ആ പ്രവർത്തനം, അതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ഈ വിജയം സമ്മാനിച്ചിരിക്കുന്നത്? അതെ, തുടർച്ചയായി പൊതുപ്രവർത്തന രംഗത്തെയാണ് പൂർണ്ണമായും കഴിഞ്ഞ 4 പതിറ്റാണ്ട് ചാത്തന്നൂരിനൊപ്പമുണ്ട്. 95-2000 ഗ്രാമപഞ്ചായത്ത് അംഗം, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവിടെയെല്ലാം ജനിച്ച നാടും സ്വന്തം മണ്ഡലവും നൽകിയ വലിയ പിന്തുണ, ഒരു പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് ചാത്തന്നൂർ ജനത നൽകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കടപ്പാട് ഈ വിജയം ചാത്തന്നൂർ ജനതയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നാലും ഭൂരിപക്ഷം അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, കണക്കുകൾ ഇപ്പോൾ കൃത്യമായി ലഭിച്ചോ? ഏകദേശം കണക്കിൽ ഞങ്ങൾ വിചാരിച്ച ഭൂരിപക്ഷത്തിലേക്ക് വന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അത് പല ഡീലും പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ആ വിജയം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിലുള്ള വിജയമല്ല ചാത്തന്നൂരിൽ BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളത്. അത് വലിയ വിജയം, ഈ വലിയ നേട്ടമാണ്. UDF തരംഗമാണ്. 2 പേരും, ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷനും ചാത്തന്നൂരും മാത്രമേ ഒരു മാറ്റത്തിന് തയ്യാറായുള്ളൂ ഇതുവരെ. അപ്പോൾ അതിനിടയിൽ ചാത്തന്നൂർ പോലുള്ള നിയമം ഒരു തവണ വിജയിച്ചിട്ടുണ്ട്, ചാത്തന്നൂർ അങ്ങനെ വിജയിച്ചിട്ടില്ല. അവിടെയാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റ് ജനങ്ങൾ നൽകിയത്. തീർച്ചയായും അതിനെയാണ് ഈ ഒരു വിജയം, അത് വളരെ വലിയൊരു വിജയം തന്നെയാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഒരു താമര വിരിയിക്കാൻ BB ഗോപകുമാറിന് സാധിച്ചിരിക്കുന്നു. ആ ഒരു വിജയത്തിൽ ആ ഒരു സന്തോഷം തന്നെയാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചത്.